ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു അട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ബീറ്റ്റൂട്ടിൻ്റെ ചെറിയ പീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുത്തത് ഞാൻ വെറുതെ ഇതിൻ്റെ ഒരു കളറൊക്കെ ഒരു പിങ്ക് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ആ ഒരു അടയ്ക്ക് ഒരു പിങ്ക് കളറൊക്കെ വരുമ്പോൾ മക്കളൊക്കെ കഴിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ചെയ്തതാണ്. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ആ ഒരു പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തപ്പോഴേക്കും ആ ഒരു പിങ്ക് കളറൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഇതിപ്പോൾ ചിലപ്പോൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തുകൊണ്ടായിരിക്കും ആ ഒരു കളറ് കിട്ടാഞ്ഞിട്ട്, ഇനി അതോ കളറ് കുറഞ്ഞത് കൊണ്ടാണോന്നും അറിയില്ല കേട്ടോ. അത് നമ്മൾ സാധാരണ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ വാട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു കളറൊക്കെ അല്ലെങ്കിൽ ആ ഒരു പിങ്ക് കളറൊക്കെ നല്ലതുപോലെ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. അപ്പോൾ എനിക്ക് ഏതായാലും ആ ഒരു കളറ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഗോതമ്പ് പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ മുന്നായിട്ട് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പൊടി നമുക്ക് നല്ലോണം അങ്ങോട്ട് വാട്ടിയെടുക്കണം. സാധാരണ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുന്ന ആ രീതിക്ക് തന്നെ നമുക്ക് ഈ ഒരു പൊടിയും നല്ലോണം വാട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്തതിന് ശേഷം നല്ലോണം തണുക്കാനായിട്ട് വെക്കണ്ട. ഒന്ന് ചെറിയ ചൂടോടെ തന്നെ നല്ലോണം സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ചെറു ചൂടോടെ തന്നെ ഇത് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഇത് വെച്ചിട്ട് അട ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ എല്ലാ ബോൾസും ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പത്തിരി പ്രസ്സിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് കട്ടിക്ക് വേണ്ട, എന്നാൽ ഒത്തിരി നൈസായിട്ടും വേണ്ട, ഈ ഒരു രീതിക്ക് വേണം ഒന്ന് പരത്തി എടുക്കാനായിട്ട്. ഇനി നമുക്കതിലേക്കുള്ള ഫില്ലിങ്ങാണ്. ഫില്ലിങ് ഇതിപ്പോൾ കുറച്ച് തേങ്ങയും പിന്നെ ശർക്കരയാണ് കേട്ടോ. ശർക്കര ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് നിറച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഫില്ലിങ് നിറച്ചെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അവിടെ ഒട്ടിപ്പിടിക്കും. ഇനി നിങ്ങൾക്ക് വല്ല ഷേപ്പിലൊക്കെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അത് ജസ്റ്റ് ഇതിൻ്റെ അതിൻ്റെ ആ ഒരു അറ്റത്ത് ഇതുപോലെ ഒരു ഷേപ്പൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക, അല്ലാതെ തന്നെ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്താലും മതി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതിലേക്ക് ഇതുപോലെ ഫില്ലിങ് നിറച്ചെടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് നേരെ അങ്ങ് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇഡ്ഡലി ചെമ്പിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇഡ്ഡലി തട്ടിൽ ജസ്റ്റ് വെച്ചെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ നിങ്ങൾ വെച്ചെടുക്കുന്നത് അതിലേക്ക് ആദ്യം ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. എന്നിട്ട് വേണം ഇതൊന്ന് വെച്ചെടുക്കാനായിട്ട്. പിന്നെ ഞാനിവിടെ ആവിയിൽ വേവിച്ചെടുക്കൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഓയിൽ നല്ലോണം സ്പ്രെഡാക്കിയിട്ട് വേണം ഇതൊന്ന് വെച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി വരും. നമ്മളിത് ഓൾറെഡി വാട്ടിയെടുത്ത, അതായത് ഒന്ന് വേവിച്ചെടുത്ത പൊടിയാണ്, അതുകൊണ്ട് തന്നെ കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ട് ഞാനെല്ലാം ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ വേവിച്ചതിന് ശേഷം ആ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാൻ കുറച്ച് പണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം വേണം അതിൽ നിന്നൊന്ന് അട മാറ്റിയെടുക്കാനായിട്ട്, ആ ഒരു പാത്രത്തിൽ നിന്നും അട എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അരിപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പൊടി, അരിപ്പൊടി അല്ലെന്നുണ്ടെങ്കിൽ രാഗിപ്പൊടി വെച്ചിട്ടൊക്കെ നമുക്ക് ഈ ഒരു രീതിക്ക് തന്നെ ഈ ഒരു അട ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, മാത്രമല്ല സോഫ്റ്റായിട്ട് നമുക്ക് അട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്